ശ്രീതു ഔട്ടാവുന്ന പ്രൊമോ വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മഴയത്ത് കുടയും പിടിച്ച് നിന്നുകൊണ്ടുള്ള ഒരു എവിക്ഷനാണ്. എന്താണ് പ്രൊമോക്കകത്ത് നടക്കുന്ന യഥാർത്ഥ സംഭവം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ജെനുവിൻ ഫാസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് ഓഫ് ബിഗ് ബോസിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നു ശ്രീതു എങ്ങനെയാണ് ഔട്ടാവുന്നത് എന്നൊരു ടാസ്ക് ഉണ്ടെന്ന്. ആ ടാസ്ക് അതുപോലെ തന്നെയാണ് ഇതേ സെയിം ഞാൻ അറിഞ്ഞ വിവരം. അപ്പോൾ കറക്റ്റ് തന്നെയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് എല്ലാവരെയും ഗാർഡൻ ഏരിയയിലേക്ക് വിളിക്കുകയാണ്. നമ്മൾ 6 കണ്ടസ്റ്റൻസിനെ, ടോപ്പ് 6നെ, ജിൻഡോ, ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ഋഷി, ശ്രീതു എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വരുന്നു. ബാക്കിയുള്ളവരെല്ലാം ലിവിംഗ് റൂമിലിരുന്ന് TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ എവിക്ഷൻ പ്രോസസ്. ബിഗ് ബോസ് പറയാണ് ഫിനാലേക്ക് 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ഒരാൾ ഇന്ന് ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോവുകയാണ്. അപ്പോൾ 6 പേരും മഴയാണ്, പുറത്ത് കൊടയും പിടിച്ചാണ് നിൽക്കുന്നത്. ഓരോരുത്തരും ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുമ്പോൾ ഓരോരുത്തരുടെയും ഫ്രണ്ടിൽ ഓരോ സ്റ്റാൻഡുണ്ട്. ഓരോ സ്റ്റാൻഡിലും ഇങ്ങനെ റൗണ്ടിൽ നിറച്ച് ടെർമോക്കോളുകൾ വെച്ച് അടച്ച ഒരു റൗണ്ടാണുള്ളത്. ഈ ടെർമോക്കോൾ വെച്ച് അടച്ചിട്ടുള്ള റൗണ്ടിൻ്റെ ഫ്രണ്ടിൽ അവരവർ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് 3, 2, 1 എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സംഭവം അഴിച്ചു വിടുന്നു. എല്ലാവരും ഒരേ സമയം ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ ഈ റൗണ്ടിൽ നിന്നും ടെർമോക്കോളുകളെല്ലാം ഇങ്ങനെ താഴേക്ക് വീഴുന്നു. ടെർമോക്കോൾ ബോൾ താഴേക്ക് വീഴുന്നു. അതിനകത്ത് നിന്നും മുഴുവൻ തെർമോക്കോളും താഴെ വീഴാതെ, അല്ലെങ്കിൽ എല്ലാവരും ഒരേ സമയമാണല്ലോ അഴിച്ചു വിടുന്നത്. അപ്പം ഏറ്റവും അവസാനം വരുന്ന ആളായിരിക്കും ഇതിൽ നിന്ന് എവിക്റ്റ് ആകുമ്പോൾ. നമ്മൾ പറഞ്ഞതുപോലെ ബാക്കി മുഖം പൂർണ്ണമായിട്ടും ആരെയാണോ കാണാൻ പറ്റാത്തത്, പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ അതിൻ്റെ പിറകിൽ അവരുടെ ഫോട്ടോയാണ് ഇരിക്കുന്നത്. അപ്പം ആരുടെ മുഖമാണോ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റാതെ ടെർമോക്കോളിൽ മുങ്ങിയിരിക്കുന്നത് അവർ ഔട്ടാവും. ആ പ്രൊമോയിൽ കാണിക്കുന്ന വെച്ചാൽ ഋഷിയുടെ ഏതാണ്ട് തീരാറായിട്ടുണ്ട്, അഭിഷേകിൻ്റെ തീരാറായിട്ടുണ്ട്, ശ്രീധുവിൻ്റെ പകുതി നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തട്ടുന്നുണ്ട്, അർജുൻ വന്ന് ഇങ്ങനെ തട്ടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ശ്രീതു ആണ് ഇതിനകത്ത് ഔട്ടാവുന്നത്, എവിക്റ്റ് ആവുന്നത് ശ്രീതു ആണ്. അപ്പോൾ അതാണ് കാര്യം, അതാണ് പ്രൊമോ. നമ്മൾ പറഞ്ഞതുപോലെ ശ്രീതു ആണ് എവിക്റ്റ് ആവുന്നത്. മെഡ്വീക്ക് എവിക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് മെഡ്വീക്കാ കള്ളത്തരം, നീ കള്ളത്തരം പറയുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? പ്രൊമോ വന്നോ? രാവിലെ മുതൽ നേരം വരെ പ്രൊമോ വന്നില്ലായിരുന്നു, ഇപ്പോഴാണ് പ്രൊമോ വന്നത്. അപ്പം ഇതാണ് പറയാനുള്ള അപ്ഡേറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.